നമുക്കിങ്ങനെ എളുപ്പത്തിൽ പുതുതായിട്ട് ഇപ്പോൾ ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതേപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമുക്കിങ്ങനെ നമ്മുടെ ഗൂഗിൾ പേയിലകത്ത് ആഡ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഗൂഗിൾ പേ എന്നുള്ള ആപ്പ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് നമ്മളിവിടെ വീഡിയോക്ക് ചുവടെയും ഉൾപ്പെടുത്താം. അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അവർ ഇത്തരത്തിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളിവിടെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്യുന്നതോടെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പേജിലെത്തും. അപ്പോൾ ഇവിടെ അവരുടെ ജസ്റ്റ് പ്രൈവസി പോളിസീനെ പറ്റിയിട്ടെല്ലാം കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയും. അതെല്ലാം ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ വന്നിട്ടുള്ള ഈ OTP നമ്പർ കൃത്യമായിട്ട് അവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു സെക്യൂരിറ്റി പിന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി പിന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒന്നാമത്തേത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് തന്നെ നമുക്കിവിടെ ഉപയോഗിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തേത് പുതുതായിട്ട് ഒരു ഗൂഗിൾ പിൻ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് ഏത് വേണേലും നിങ്ങൾക്ക് ഉപയോഗിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. നമ്മളിവിടെ സ്ക്രീൻ ലോക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ചുവടെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്യുന്നതോടെ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഗൂഗിൾ പേയുടെ ഹോം പേജിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പേജിൽ നിങ്ങൾക്ക് മുകളിൽ വലതുവശത്തായിട്ട് ഇത്തരത്തിലുള്ള ഐക്കൺ കാണാനായിട്ട് കഴിയും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നതോടെ നമ്മുടെ പ്രൊഫൈലിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഇവിടെ പ്രൊഫൈലിൽ ചൂടെയായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ അപ്ലൈ റെഫറൽ കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മുടെ കോഡ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആഡ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആഡ് എ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും മുകളിൽ. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നതോടെ ഇത്തരത്തിലുള്ളൊരു പേജിൽ നമുക്ക് എത്താനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങളെ ഏത് ബാങ്കാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ SBI തന്നെയാണ് വരുന്നത്. അപ്പോൾ SBI എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. നിങ്ങളേത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ജസ്റ്റ് ബാങ്ക് ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ 3 സ്റ്റെപ്സ് ഉണ്ട് വെരിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ വെരിഫിക്കേഷൻ കഴിയുന്നതോടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നതോടെ ഇത്തരത്തിൽ നമ്മുടെ ATM കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട പേജിൽ നമ്മളെത്തും. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നിങ്ങളുടെ ATM കാർഡിൻ്റെ അവസാനത്തെ 6 അക്ക നമ്പർ നിങ്ങളിവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ അതിന് ചൂടെ നിങ്ങളുടെ ATM കാർഡിൻ്റെ എക്സ്പയർ മന്തും ഇയറും കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ATM കാർഡിൻ്റെ മുകളിൽ അത് കൃത്യമായിട്ട് ഉണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്യുന്നതോടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ കൃത്യമായിട്ട് ആഡ് ആവുന്നതാണ്. അപ്പോൾ ഇതിനോടകം നമ്മുടെ പ്രോസസ്സ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിനോടകം ഫണ്ട് ട്രാൻസ്ഫർ അതേപോലെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സേവനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഈ ആപ്പ് മുഖാന്തരം ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ മറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് നമുക്ക് സെപ്പറേറ്റ് പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പറ്റുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കുക. അതേപോലെ നമ്മുടെ വീഡിയോനെ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്ത് കൂടി പോവുക.